ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പൗർണമി ദിവസം. കന്നിമാസത്തിലെ പൗർണമി വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസം. പൗർണമി ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രഭഗവാന്റെ വഴിപാടിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല തിങ്കൾ എന്നുള്ള ഒരു പേരും കൂടി ചന്ദ്രഭഗവാനുണ്ട്. അങ്ങനെ ചന്ദ്ര ദിവസത്തിൽ, അതായത് തിങ്കളാഴ്ച ദിവസത്തിൽ വരുന്ന ഈ പൗർണമിക്ക് നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുവാനും മാനസികപരമായ വിഷമങ്ങളിൽ നിന്ന് മോചനം നേടുവാനും എത്ര മാറാ രോഗങ്ങളാണെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തി നേടുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത ദിവസം എന്ന് തന്നെ പറയാവുന്നതാണ്. നാളെ നമുക്ക് 11:34 ഉച്ചസമയം 11:34 തുടങ്ങുന്ന പൗർണമി തിഥി ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ 9:36 കൂടിയാണ് അവസാനിക്കുന്നത്. എങ്കിലും നാളെ മുഴുവനായും പൗർണമി തിഥി ഉള്ളതിനാൽ തന്നെ നമ്മൾ നാളെയാണ് പൗർണമി വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്യേണ്ടത്. മാത്രമല്ല തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ശിവഭഗവാന് വേണ്ടി മാറ്റിവെച്ച ഒരു ദിനമായാണ് കരുതപ്പെടുന്നത്. നാളെ വരുന്ന ഈ പൗർണമി ദിവസത്തിന് ശരത് പൂർണിമ അല്ലെങ്കിൽ ശാരദ പൂർണിമ, കോജാഗരി പൂർണിമ, കുമാര പൂർണിമ, കൗമുദി പൂർണിമ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നാളെ വരുന്ന ഈ പൗർണമിക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ് എന്നും അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരില്ല എന്നുമാണ് വിശ്വാസം. അതായത് ഈ പൗർണമി വ്രതം അനുഷ്ഠിച്ച് ലക്ഷ്മി ദേവിയെ പൂജകൾ ചെയ്ത് ഈ പൗർണമി നിലാവ് നമ്മുടെ ശരീരത്ത് കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ധനപരമായ ഉയർച്ചയുണ്ടാകും, സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷതകളുള്ള ഈ ഒരു പൗർണമി ദിവസത്തിൽ ലക്ഷ്മി വഴിപാട് ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നമ്മുടെ മുജ്ജന്മ പാപങ്ങൾ അകന്നു പോകും. മാത്രമല്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും. അതുപോലെ തന്നെ മരണഭയത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. തുടങ്ങി ഒരുപാട് ഫലങ്ങൾ നമുക്ക് നാളത്തെ ഈ ഒരൊറ്റ വഴിപാടിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മൾ വ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ വളരെ ഉത്തമമാണ്. ഇനി ഒരു പക്ഷേ നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, പൂജകൾ വെറുതെ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് എന്നെല്ലാം പറയുന്നവർ നാളെ ഉണർന്ന ഉടൻ തന്നെ ഈ ഒരൊറ്റ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. നാളെ ഉച്ച സമയം 11:34 പൗർണമി തിഥി ആരംഭിക്കുന്നത് എങ്കിലും നാളെ ഉണർന്നതും അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഉണർന്നതും ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉണർന്നതും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം ചൊല്ലുക. കുളിക്കണം എന്നോ അല്ല നമ്മൾ പൂജകൾ ചെയ്യുമ്പോഴാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്നോ ഒന്നും നമ്മൾ മനസ്സിൽ കരുതേണ്ട കാര്യമില്ല. നാളെ ഉണർന്നതും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ മന്ത്രം 21 പ്രാവശ്യം ചൊല്ലുക. എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും നമ്മളെ തേടി വരുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുന്നത്. ലക്ഷ്മി ദേവിയെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം ഇതാണ്: ഓം ശ്രീം ശ്രീയേ നമ. ഓം ശ്രീം ശ്രീയേ നമ. ഇത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. ലക്ഷ്മി ദേവിയുടെ എല്ലാ ശക്തികളുടെയും ഉത്ഭവമായിട്ട് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ മന്ത്രം 21 തവണ എന്ന് മാത്രമല്ല, ഈ ശക്തമായ മന്ത്രം ആവർത്തിച്ച് ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ധനസമൃദ്ധിയും ഭാഗ്യവും ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫലങ്ങൾ തരുന്ന ഈ ഒരു മന്ത്രമാണ് നാളെ രാവിലെ ഉണർന്നതും ജപിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മന്ത്രം നാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ച് പൂജകൾ ചെയ്യുമ്പോൾ ചൊല്ലാവുന്നതാണ്. ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുമ്പോൾ അവിടെ ചെന്നിരുന്നു കൊണ്ട് 108 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നേടണം, പക്ഷെ എന്തു ചെയ്യണമെന്നറിയില്ല, എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്ന സമയം, അതായത് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു A4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകമോ എടുത്ത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയെടുത്ത് ലക്ഷ്മി ദേവി ചുവന്ന വസ്ത്രം ധരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് രൂപമാണോ വരുന്നത് ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ
ഈ മന്ത്രം 108 പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ്. ശ്രദ്ധകൾ എവിടെയും മാറാതെ നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറി കിട്ടുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ആ നിറത്തിലുള്ള മഷിയുള്ള പേന കിട്ടിയാൽ വളരെ ഉചിതമാണ്. ഇനി ആ നിറം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും ഓപ്ഷൻ ഇല്ല. നീല നിറത്തിലുള്ള മഷിയുള്ള പേനയെടുത്ത് ഓം ശ്രീം ശ്രീയേ നമ, ഓം ശ്രീം ശ്രീയേ നമ എന്ന ഈ മന്ത്രം 108 തവണ എഴുതാവുന്നതാണ്. മാത്രമല്ല നാളെ മുഴുവനായിട്ടും സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഈ മന്ത്രം ജപിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി നാളെ എന്തു വഴിപാടാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, നാളെ വഴിപാടുകളും പൂജകളും നമ്മുടെ വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ശുദ്ധമായ പനീര് കൊണ്ട് തുടച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് മുല്ലപ്പൂ കൊണ്ട് മാല ചാർത്തി ലക്ഷ്മി ദേവിയുടെ മുൻപിൽ നൈവേദ്യമായിട്ട് പാൽ പായസം സമർപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് കൽക്കണ്ട്, നമുക്ക് പായസം ഒന്നും വെക്കാൻ സമയമില്ലാത്തവർ ഉണ്ടെങ്കിൽ ഡയമണ്ട് കൽക്കണ്ട് വെക്കാം. ഇനി അഥവാ പഴവർഗ്ഗങ്ങൾ വെക്കാം, അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ വെക്കാം. ഇങ്ങനെ നമ്മൾ എന്താണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത് നൈവേദ്യമായി സമർപ്പിച്ച് നെയ്യൊഴിച്ച് ഒരു ദീപം തെളിയിച്ച് വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ തീർന്നു കിട്ടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണമെന്ന് ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം നമുക്ക് 108 പ്രാവശ്യമോ 301 പ്രാവശ്യമോ ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓം മഹാലക്ഷ്മിച്ച വിദ്മഹേ വിഷ്ണു പത്നേച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്നുള്ള ലക്ഷ്മി ഗായത്രി മന്ത്രം ജപിക്കാം. മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാവുന്നതാണ്. മാത്രമല്ല ഓം വിഷ്ണു പത്നിയേ നമ, ഓം വിഷ്ണു പത്നിയേ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ ഏതു മന്ത്രമാണോ നിങ്ങൾക്ക് നാളെ ചൊല്ലുവാൻ സമയം കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ആ മന്ത്രം ജപിച്ച് ദീപധൂപ ആരാധനകൾ കാണിച്ച് പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രഭഗവാനും ദീപധൂപം കാണിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ നാളത്തെ ഒരു പൗർണമി ദിവസത്തിൽ മാത്രമല്ല എല്ലാ പൗർണമി ദിവസത്തിലും ഈ ഒരു വഴിപാട് ചെയ്തു വന്നാൽ സാമ്പത്തികപരമായ ഉയർച്ചയുണ്ടാകും. കടം എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്, സങ്കടങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അതിനെല്ലാം ഒരു പരിഹാരം കാണുവാൻ ഈ ഒരു വഴിപാടിലൂടെ സാധിക്കുന്നതാണ്. കൂടാതെ പൗർണമി ദിവസങ്ങളിൽ, അതുപോലെ അമാവാസ ദിവസങ്ങളിൽ, മാത്രമല്ല നല്ല ദിവസങ്ങൾ എപ്പോഴെല്ലാം വരുന്നുവോ അപ്പോഴെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നവർക്ക് അന്നം ദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നാളെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നാളെ രാവിലെ ഉണർന്നതും നിങ്ങൾ മറക്കാതെ ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് 21 പ്രാവശ്യം മഹാലക്ഷ്മി ദേവിയുടെ ഈ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ നാളെ കഴിയുമ്പോഴെല്ലാം ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കാം. പൂർണ്ണ നിലാവിനെ കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുതരുവാൻ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.